അപ്പൊ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കൺസെപ്റ്റ് ഏതാന്ന് നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഈ ചാപ്റ്റർ ഇഷ്ടംപോലെ എല്ലാം ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ്. അതാണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത. ബാക്കി ചാപ്റ്റേഴ്സിലൊക്കെ നമുക്കൊരു ഡിവിഷൻ പറയാം, ഇന്ന ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, ഇന്ന ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ഈ ചാപ്റ്ററിൽ നമുക്ക് അങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11 തന്നെ ചെയ്തു തുടങ്ങാം. A straight wire of length 0.5 meter and carrying a current of 1.2 ampere is placed in a uniform magnetic field of induction 2 Tesla. Okay, അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. സ്ട്രെയിറ്റ് വയർ ഓഫ് ലെങ്ത് 0.5 മീറ്റർ, ലെങ്ത് 0.5 മീറ്റർ ആണ്. ക്യാരിങ് എ കറന്റ് ഓഫ് 1.2 ആംപിയർ, ഇപ്പൊ കറന്റ് തന്നിട്ടുണ്ട് 1.2 ആംപിയർ. Placed in a uniform magnetic field of induction 2 Tesla. Magnetic field is equal to 2 Tesla. ടെസ്ല എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്. ടെസ്ല മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആയിട്ടുള്ളത് വെബർ പെർ മീറ്റർ സ്ക്വയർ. വെബർ അല്ല, വെബർ പെർ മീറ്റർ സ്ക്വയറും മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, the magnetic field is perpendicular to the length of the wire. Okay, fine. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വയർ ഉണ്ട്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഉണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. മക്കളെ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് അറിയോ? പാരലൽ ലൈൻസ് വെച്ചിട്ടാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് സ്റ്റാർട്ടിംഗ് പോയിന്റോ എൻഡിങ് പോയിന്റോ ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ് ആണ് ഫോം ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ നോർത്ത് ഉണ്ട്, ഇവിടെ സൗത്ത് ഉണ്ട്. ഇറ്റ് വിൽ ബി എമേർജിംഗ് ഔട്ട് ഓഫ് ദ നോർത്ത് പോൾ ഇൻ ടു ദി സൗത്ത് പോൾ. കണ്ടിന്യൂസ് ലൂപ്പ് ആണ്. മാഗ്നറ്റിന്റെ അകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൗത്ത് ടു നോർത്ത് വരും, മാഗ്നറ്റിന്റെ പുറത്ത് നോർത്ത് ടു സൗത്ത്. അങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ. ബാക്കിയെല്ലാം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ പഠിച്ച അതേ കണ്ടീഷൻസ് ആണ്. രണ്ടെണ്ണം ഇന്റർസെക്ട് ചെയ്യില്ല. അതൊക്കെ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലംസ് ഉണ്ട്. ബിക്കോസ് ആ പോയിന്റിൽ വെക്കുന്ന ഇവിടെ പറയുന്ന കൺസെപ്റ്റ് യൂണിറ്റ് നോർത്ത് പോൾ എന്നാണ്. അവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇവിടെ യൂണിറ്റ് നോർത്ത് പോൾ എന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അതുപോലെ ദ റീജിയൻസ് വേർ ദ ഫീൽഡ് ലൈൻസ് ആർ ക്ലസ്റ്റേർഡ് ടുഗദർ, അവിടെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതൽ. ഓക്കെ, ഇത്തരം കാര്യങ്ങളോട് ഓർത്ത് വെച്ചേക്കാം. മക്കൾ അവിടെ അതിനകത്ത് കണ്ടു കളഞ്ഞേക്കാം. So it is emerging out of the north pole into the south pole and forming continuous loops. Force on the wires. മക്കൾ ഫോഴ്സിന്റെ ഫോർമുല കണ്ടു കാണും അല്ലെ? Can someone tell me? നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ച ഫോർമുല ഒന്ന് വായിക്കോ? What is the formula for force experienced by a current carrying conductor placed in a magnetic field? When a current carrying conductor is placed in a magnetic field, what is the force experienced by it? ആർക്കെങ്കിലും പറയാമോ? നോക്കി പറഞ്ഞാൽ മതി. മക്കൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നോക്കി പറഞ്ഞാൽ മതി. പറയൂ. എഴുതി വെച്ചിട്ടില്ലേ? ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. Force is equal to Q into V cross B. അത് ചാർജ് എക്സ്പീരിയൻസ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ ഇക്വേഷൻ. പറഞ്ഞ ഇക്വേഷൻ കറക്റ്റ് ഒരു ഇക്വേഷൻ ഉള്ളതാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ദി ചാർജ് എക്സ്പീരിയൻസ്ഡ്. അതായത് ഒരു ചാർജിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ആ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആ ഇക്വേഷൻ വെച്ച് നമുക്ക് വരുന്നത്. നമുക്ക് കറന്റ് ബേസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ബേസ് ചെയ്ത് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to I into L cross B എന്ന ഇക്വേഷൻ ആണ്. ഇതാണ് F is equal to I into L cross B. മക്കൾ പറഞ്ഞേ, F is equal to
പറഞ്ഞേ എവിടെ പോയി? F is equal to I into L cross B. I into L cross B. F is equal to I into Anna. F is equal to I into L cross B. L cross B. ഇതാണ് ഇക്വേഷൻ. ഫൈൻ. അപ്പൊ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം I L B sin തീറ്റ. അപ്പൊ ഇവിടെ എല്ലാ ടേംസും ഉണ്ട്. ഇതൊക്കെ നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നീറ്റിനും കീമിനും വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഐയുടെ വാല്യൂ എന്താണ്? 1.2 ആംപിയർ ആണ്. യൂണിറ്റ് ഒന്നും അവിടെ എഴുതണ്ട. ഇനിയും എല്ലിന്റെ വാല്യൂ എന്താണ്? ലെങ്ത് 0.5 മീറ്റർ ആണ്. ചിലപ്പോൾ ഒരു സെന്റിമീറ്റർ തരും, അപ്പൊ മീറ്റർ ആക്കി മാറ്റിക്കോളണം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് 2 ടെസ്ല. സൈൻ തീറ്റ അവർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പ്ലേസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. അപ്പൊ 90 ഡിഗ്രിയാണ് ആംഗിൾ. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ആംഗിൾ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതിവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. സൈൻ 90. സോ വാട്ട് ഇസ് ദി ആൻസർ? 0.5 into 2 എന്ന് പറയുമ്പോൾ 1 വരും. സോ ഫൈനലി 1.2 വിൽ ബി ദി ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒരു 30 സെക്കൻഡ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാനുള്ള സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് ഈ ക്വസ്റ്റ്യനിലൊക്കെ. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ ആണ്. F is equal to I into L cross B. മനസ്സിലായോ മക്കളെ? Yes, sir. Yes, sir. Okay, so let's move to the next question. നിങ്ങൾ പിന്നെ ഡൗട്ട്സ് ചോദിക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് അന്നെ ഡൗട്ട് ചെയ്തിരിക്കും. കാരണം ഡൗട്ട് ചെയ്യില്ല സമയം കേട്ടോ. ഓക്കെ, ionized hydrogen atoms and alpha particles with the same momentum enters perpendicular to a constant magnetic field. The ratio of their radii of path is. അപ്പൊ ഇതാണ് കുറച്ച് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ. നമുക്ക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q into V cross B എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഇത് എന്തിന്റെ കണ്ടീഷനാണ്? The force experienced by a charged particle placed in a magnetic field. ഒരു ചാർജ് പാർട്ടിക്കിളിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന ഇക്വേഷൻ ആണത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും വീഡിയോയില്, ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തേക്ക് കയറുമ്പോൾ ഇറ്റ് വിൽ ആക്ച്വലി മൂവ് ഇൻ എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിലാണ് ഈ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ പോകുന്നത്. ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും. എങ്ങനെ? QVB is equal to സെൻട്രിപെറ്റൽ ഫോഴ്സിനോട് അതിന് ഇക്വേറ്റ് ചെയ്ത് mv²/r നോട് അവൻ ഇക്വേറ്റ് ചെയ്ത്. അപ്പൊ ആറിന്റെ ഇക്വേഷൻ ഇതാണ്, mv/qb. ഇതാണ് റേഡിയസ് ഓഫ് ദ പാത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. m is a mass, v is a velocity, q is a charge and b is a magnetic field. ഇവിടെ നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ദ റേഡിയൈ RH ഈസ് ടു R alpha. ഹൈഡ്രജനും R ആൽഫയുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ RH/R ആൽഫയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എന്തൊക്കെ അറിയാം മക്കളെ നമുക്കിവിടെ? മാസ് അറിയാവോ ആൽഫ പാർട്ടിക്കിളിന്റെ? അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? വാട്ട് ഡു യു മീൻ ബൈ ദിസ് ആൽഫ പാർട്ടിക്കിൾ? വാട്ട് ഇസ് ദിസ് ആൽഫ പാർട്ടിക്കിൾ? Any idea? What is this alpha particle? എന്താ ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ? ആൽഫ എന്ന് പറഞ്ഞാൽ ഹീലിയം ആണ്. ഹീലിയം നിങ്ങൾ കേട്ടിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിൾ മക്കൾ എവിടെ കേട്ടാലും മക്കൾ മനസ്സിലാക്കണം, they are actually referring to helium 2 4. അപ്പൊ മാസ് ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 4 times the mass of a proton ആണ്. ചാർജ് ഓഫ് എൻ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 2 times the charge of a proton ആണ്. മക്കൾ ഓർത്ത് വെക്കണം, ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ഇൻ നേച്ചർ ആണ്. അപ്പൊ ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ് കാണുന്നത് ആരെയാണ്? ഹീലിയത്തിനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ 4 times the mass of proton ആണ്. ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ 2 times the charge of the proton ആണ്. പക്ഷെ ഇവിടെ ഹൈഡ്രജന്റെയോ ആൽഫ പാർട്ടിക്കിളിന്റെയോ മാസ് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം നമുക്ക്. അയണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റം
and alpha particle with same momenta. സെയിം മൊമെന്റ എന്ന് പറഞ്ഞാൽ മൊമെന്റം സെയിം ആണ്. നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ, ഇവിടെ എം വിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ടു എ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇവിടെ ബിയും സെയിം ആണ്. അപ്പൊ ഈ ഒരു കേസിൽ എം ഇൻറ്റു വി, ദാറ്റ് ഇസ് ദ മൊമെന്റ, അത് സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റന്റ് ആണ്. മൊമെന്റയും കോൺസ്റ്റന്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ, R is proportional to 1 by Q. അത്ര എഴുതാം, R is proportional to 1 by Q. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, R hydrogen by R alpha will be inversely proportional ആണ്. അപ്പൊ Q alpha by Q hydrogen എന്ന് വരും. ആ സ്റ്റെപ്പിൽ മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇവിടെ നോക്കാം. R hydrogen proportional to 1 by Q hydrogen ആണ്. R alpha proportional to 1 by Q alpha ആണ്. രണ്ടിന്റെ റേഷ്യോ എടുക്കുന്നതാണ്, രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ചാർജ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഞാൻ ഓൾറെഡി എഴുതി, 2 ചാർജ് ഓഫ് ദ പ്രോട്ടോൺ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ദ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ. ഈ ചാർജ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രജൻ ആറ്റം തന്നെയാണ് നമ്മുടെ ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന ആള്. അപ്പൊ ചാർജ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ ഇറ്റ്സെൽഫ്. So it gets cancelled out. So you're going to get 2 by 1 or 2 is to 1. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ മക്കളെ, റേഷ്യോ ഓഫ് ദ റേഡിയൈ അങ്ങനെ ക്വസ്റ്റൻ ഒക്കെ വന്നാൽ ആദ്യം തന്നെ റേഡിയസിന്റെ ഇക്വേഷൻ ഓർത്ത് വെക്കണം. R equal to mv by qb. ഈ ക്വസ്റ്റനിൽ മൊമെന്റ് സെയിം ആണ് എന്ന് പറയുന്നുണ്ട്. മൊമെന്റ് is സെയിം. പക്ഷെ എല്ലാ ക്വസ്റ്റനിലും മൊമെന്റ് സെയിം ആവണമെന്നില്ല. അപ്പൊ ഇവിടെ മൊമെന്റ് സെയിം ആയതുകൊണ്ട് എം വി ബൈ ക്യൂ ബി എന്ന് എഴുതി. എം വി സെയിം ആണ്, ബിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആർ പ്രപ്പോർഷണൽ ടു 1 by Q എന്ന് കിട്ടി. ആർ ഇസ് പ്രപ്പോർഷണൽ ടു 1 by Q എന്ന് കിട്ടി. ആൻഡ് വി ഡിഡ് ദ നെസസറി കാൽക്കുലേഷൻ പാർട്ട് ടു ഗെറ്റ് ദ ഫൈനൽ ആൻസർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. നമുക്ക് എന്റെ മെത്തേഡ് മനസ്സിലായെന്ന് നോക്കിക്കേ. പ്ലീസ് ടെൽ മീ ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ. Clear, sir. എല്ലാവർക്കും I need a reply from everyone. Yes, sir. Clear ആയി. Clear ആയി, sir. Clear, sir. Okay, fine. കിരൺ നോടാ, കിരൺ ക്ലിയർ. കേൾക്കുന്നില്ല കൂട്ടാ. നീ പറയുന്നതിന് മുമ്പ് നീ മൗട്ട് മ്യൂസിക് മ്യൂട്ട് ചെയ്തു. ക്ലിയർ ആണ് കേൾക്കാവോ? കേൾക്കാം. So moving over to the next question. Question ശ്രദ്ധിച്ച് വായിക്കാം. A proton and an alpha particle both enter a region of uniform magnetic field B, moving at right angles to the field B. A proton ഒരു ആൽഫ പാർട്ടിക്കിളുമാണ് മാഗ്നറ്റിക് ഫീൽഡിനകത്തേക്ക് കയറുന്നത്. ഓക്കെ, അപ്പോൾ who are entering? A proton and an alpha particle. If the radius of the circular orbit for both particles equal, രണ്ടുപേരുടെയും റേഡിയസ് ഈക്വൽ ആണ്. ആൽഫയും പ്രോട്ടോണും രണ്ടുപേരുടെയും റേഡിയസ് ഈക്വൽ ആണ്. റേഡിയസ് ഓഫ് സർക്കുലർ ഓർബിറ്റ് ഫോർ ബോത്ത് ദ പാർട്ടിക്കിൾസ് ഈക്വൽ. The kinetic energy acquired by the proton is 1 mega electron volt. The energy acquired by the alpha particle. Okay. അപ്പൊ എനർജിയുടെ ഫോമിലേക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് കൊണ്ടുവരണം. റേഡിയസ് ഈക്വൽ ആണ് എന്നാണ് അവർ പറയുന്നത്. Fine. So let me write this equation. Radius is equal and everything. So question നമുക്ക് ഇങ്ങനെ എഴുതാം. Radius is equal to mv by qb ആണ്. mv എന്ന് വെച്ചാൽ മൊമെന്റം ബൈ qb ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കണ്ടീഷൻ ആണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി. മുകളിൽ താഴെയും ഞാനൊരു എമ്മിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പി സ്ക്വയർ ബൈ 2m ആണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. 11th ഇക്വേഷൻ ആണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ആണ്. K ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റെപ്പാണ് കിട്ടിയത്.
പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് KE into 2m, or you can write P is equal to root KE, that is the kinetic energy, into 2m. And now we will substitute here. So R will be corresponding to P pagaram root KE into 2m divided by QP. അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ. എന്തൊക്കെ പാർട്ടിക്കിളാണ്? പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളുമാണ്. പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളുമാണ്. രണ്ടുപേരുടെയും റേഡിയസ് സെയിം ആണ്. കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഇസ് ഗിവൺ. ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദാറ്റ്. ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് വേരിയബിൾസ് ആരൊക്കെയാണെന്ന് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, ടൂവും സെയിം ആണ്. അപ്പൊ വേരിയബിൾ വരുന്നത് R is proportional to root the kinetic energy into m divided by q. ആൽഫയും പ്രോട്ടോണുമാണ്. ഞാൻ ഓൾറെഡി എഴുതി മാസ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ is 4 times the mass of a proton. Charge of the alpha particle is 2 times the charge of proton. രണ്ട് കേസും നമുക്ക് രണ്ടായിട്ട് എഴുതാം. മക്കളെ എക്സാമിന് എഴുതുമ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ കുറേ കളഞ്ഞോളാം. ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത് എക്സാമിന് എഴുതുമ്പോൾ. ഇതൊക്കെ ഡയറക്ട്ലി ഓർത്ത് വെച്ച് P root of 2m KE എന്ന് എഴുതിക്കോളാം കേട്ടോ. ഇതൊക്കെ ഡയറക്ട്ലി അങ്ങ് എഴുതിക്കോളാം, ഒറ്റ സ്റ്റെപ്പിൽ എഴുതിക്കോളാം. ഇതൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് സാർ പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ R alpha is proportional to root of KE alpha into mass of alpha by charge of alpha. അതുപോലെ R proton is proportional to root of KE proton into mass of proton divided by Q of proton. നമുക്ക് റേഷ്യോ എടുക്കാം. എന്ത് റേഷ്യോ വേണ്ടത്? എനർജി അക്യൂർഡ് ബൈ ദ ആൽഫ പാർട്ടിക്കിൾ ആണ് വേണ്ടത്, റേഷ്യോ അല്ല വേണ്ടത്. അപ്പൊ എനർജി അക്യൂർഡ് കണ്ടുപിടിക്കണം. റേഡിയസ് സെയിം ആണെന്ന് ബെസ്ലി പറയുന്നുണ്ട് മക്കളെ. അപ്പൊ ഈ R ആൽഫ ഈ RP അത് ഈക്വൽ ആണ്. ആക്ച്വലി റേഡിയസ് സെയിം ആണ്. നമുക്ക് ഇതിന്റെ രണ്ടിനെയും റേഷ്യോ എടുക്കാം. അപ്പൊ അത് ക്യാൻസൽ ആയി പോകും. R alpha by RP, radius is the same, they will get cancelled out. So root of KE alpha M alpha by Q alpha divided by root of KP MP by QP. So നമുക്ക് ഇത് ക്യാൻസൽ ആയി പോകും, അത് 1 ആയി മാറും. വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങനെ എന്തുവേണം ചെയ്യാം. കൈനറ്റിക് എനർജി ആണ് നമുക്ക് വേണ്ടത്, ഇത് അങ്ങോട്ട് കൊണ്ടുപോവാം. സോ ദാറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു, സോ ദിസ് സോൾവ് ചെയ്യണം കേട്ടോ, സ്റ്റെപ്പ് മാറിപ്പോരുത്. റൂട്ട് ഓഫ് KEP MP by QP is equal to root of KE alpha M alpha by Q alpha. K alpha ആണ് വേണ്ടത്. നമുക്ക് രണ്ട് സൈഡും വേണമെങ്കിൽ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്തിട്ട് K alpha അവിടെ നിന്ന് കണ്ടുപിടിക്കാം. So finally what are you going to get? നമുക്ക് നോക്കാം. ഈ സ്റ്റെപ്പ് സാർ എഴുതട്ടെ. രണ്ട് സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. K alpha equal to സ്ക്വയർ ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് സാർ എഴുതുന്നത്. Q square alpha by QP square KEP MP by M alpha. ഇങ്ങനെ മക്കളെ കിട്ടുന്നത്. അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കണം, എന്നാലേ ഫൈനൽ ആൻസറിലേക്ക് എത്തും. സാർ ഈ സൈഡിൽ തന്നെ ചെയ്യാം, ബിക്കോസ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ. അപ്പൊ KE ആൽഫ എന്ന് പറഞ്ഞാൽ that is equal to Q square alpha by QP. Q alpha എന്ന് പറഞ്ഞാൽ 2QP ആണ്. അപ്പൊ 2QP the whole square by Q square P into KE proton. KE proton is 1 mega electron volt. Okay, it's 1 mega electron volt. The KE proton ആണ് നടക്കട്ടെ. ലാസ്റ്റ് സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Into MP by M alpha. M alpha is 4 MP. But actually what is going to happen is, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ MP ക്യാൻസൽ ആയി. ഈ QP സ്ക്വയറും QP സ്ക്വയറും ക്യാൻസൽ ആയി. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും, ഇവിടെ ഒരു 4 ഉണ്ട്, അതും ക്യാൻസൽ ആയി പോയി.
കഷ്ടപ്പെട്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് KEP എന്ന് തന്നെയാണ്, which means KE alpha is equal to KEP. Yeah, that is how the question is. So, kinetic energy of the alphane, kinetic energy of the proton same ആണ്. KE alpha is equal to KEP. They are equal, which means the value will be 1 mega electron volt itself. മക്കളെ സെർച്ച് ചെയ്തത് ഒന്നുകൂടെ പറയാം എങ്ങനെയാ ചെയ്തതെന്ന്. നമ്മൾ ആദ്യം തന്നെ ആറിന്റെ ഇക്വേഷൻ എഴുതി. ആറിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ എഴുതിയത്? mv/qv. mv എന്ന് വെച്ചാൽ p ആണ്. p എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ke into 2m ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്രപ്പോർഷണാലിറ്റി എഴുതി, രണ്ട് കേസ് എടുത്തു, ആർ ആൽഫയുടെ കേസും ആർ പ്രോട്ടോണിന്റെ കേസും എടുത്തു, രണ്ടിന്റെ റേഷ്യോ എടുത്തു. റേഷ്യോ എടുത്തിട്ട് രണ്ട് സൈഡിന് സ്ക്വയർ ഒക്കെ ചെയ്ത് സോൾവ് ചെയ്തു. ഫൈനലി KE alpha is equal to KEP എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇത് മനസ്സിലായോ? നോക്കിക്കേ, മനസ്സിലായില്ലെങ്കിൽ സാർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. അന്ന മനസ്സിലായോടാ? ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും സ്റ്റെപ്പ്? ഇല്ല സാർ, മനസ്സിലായി. അതി മനസ്സിലായി സർ. റഫ യെസ് സാർ, മനസ്സിലായി. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടോ റഫ? നോ സാർ, റിവൈസ് ചെയ്യുമ്പോൾ എല്ലാം ശരിയായി. വിശ്വ, ശരി. കിരൺ, ഓക്കെയാണ് സാർ. ഓക്കെ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് എഴുതിയെടുത്തു. എല്ലാവരും എഴുതിയെടുത്തെങ്കിൽ മെസ്സേജസിൽ ഒരു തംസ് അപ്പ് അയച്ചേ. മെസ്സേജസിൽ ഗീവ് മീ എ തംസ് അപ്പ് ഇഫ് എവരിവൺ ഹാസ് റിട്ടൺ ദിസ്. എഴുതി കഴിയുമ്പോൾ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടോ ചാറ്റ് ബോക്സിൽ. എഴുതി കഴിയുമ്പോൾ ഇനി റഫ എഴുതി കഴിഞ്ഞിട്ടില്ല. വേഗം എഴുതുന്നോളെ. സാർ, ലാപ്പില് തംസപ്പ് ഇല്ല. ശരിയാണല്ലോ. ഓക്കെ, ഫൈൻ. ഡൺ എന്ന് പറഞ്ഞാൽ തംസ് അപ്പ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 14. A proton carrying 1 mega electron volt kinetic energy is moving in a circular path of radius capital R in a uniform magnetic field. Question ശരിക്കും വായിക്കണം. Proton is carrying energy 1 mega electron volt kinetic energy is moving in a circular path of radius capital R in uniform magnetic field. What should be the energy of an alpha particle to describe a circle of same radius in the same field? മക്കളെ, ഒരു ക്വസ്റ്റ്യൻ പല ഫോമിൽ വരുന്നതാണ് കാണിക്കുന്നത്. 13th ക്വസ്റ്റ്യനും 14th ക്വസ്റ്റ്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് പറയണം. 14th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. എല്ലാവരും എന്നിട്ട് 13th ക്വസ്റ്റ്യനും 14th ക്വസ്റ്റ്യനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എന്നോട് പറയാം. സർ, ഒന്നാമത്തേല് പ്രോട്ടോണിന്റെ കൈനറ്റിക് എനർജിയാണ്, രണ്ടാമത്തേല് ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയാണ്. ഒന്നാമത്തേല് പ്രോട്ടോണിന്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെയോ ആൽഫ പാർട്ടിക്കിളിന്റെ കുത്തു വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തിൽ ലാസ്റ്റ് ലൈൻ വായിച്ചു കൂട്ടാ. The energy acquired by the alpha particle. 13ാമത്തേല് ഒന്നാമത്തേല് ആൽഫ പാർട്ടിക്കിളിന്റെ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. 14ലോ വാട്ട് ഷുഡ് ബി ദ എനർജി ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ കൂട്ടാ, അത് മനസ്സിലായോ? രണ്ടിലും ആൽഫ പാർട്ടിക്കിൾ എനർജി തന്നെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അന്നയ്ക്ക് എന്ത് തോന്നുന്നു? രണ്ടിലും മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം. രണ്ടിലും മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആണ്. ഓക്കെ, ഫൈൻ. റഫ, പ്രോട്ടോൺ ക്യാരിയിങ് ഈസ് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. രണ്ടിലും പ്രോട്ടോൺ ക്യാരിയിങ് ചാർജ് ആണ് അല്ലെ, എനർജി തന്നിട്ടുണ്ട്. ഓക്കെ, കിരൺ, വാട്ട് ഡു യു ഫൈൻഡ് സിമിലാരിറ്റി? കിരൺ,
Vishwa, Yes, sir. what do you find the similarity between the two questions? രണ്ടിലും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. രണ്ടിലും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മക്കളെ രണ്ട് ക്വസ്റ്റ്യൻ സെയിം ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ, അത് പറഞ്ഞത് മന്ന പറഞ്ഞ റഫ പറഞ്ഞ വിഷു പറഞ്ഞ കറക്റ്റ് ആണ്. ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡിയ രണ്ട് ക്വസ്റ്റ്യൻ സെയിം ആണ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന രീതി ഒന്ന് ഡിഫറെന്റ്, ആ വേർഡിങ്സ് ഒന്ന് മാറ്റിയത് മാത്രമേ ഉള്ളൂ. 14th ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്ത് തന്നെയാണ്? ആൽഫ പെർട്ടിക്കുലർ എനർജി. അവരെന്താ പറയുന്നത്? സർക്കുലർ പാത്ത് ഓഫ് റേഡിയസിലാണ് പോകുന്നത്. പ്രോട്ടോണിന്റെ എനർജി 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ എല്ലാ കണ്ടീഷൻസും എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെയാണ് പറയുന്നത്. അവിടെ വേറെ വ്യത്യാസങ്ങളില്ല. ആക്ച്വലി ദർ ഇസ് നോട്ട് മച്ച് ഓഫ് എ ചേഞ്ച് ദയർ. മനസ്സിലായോ? 13th ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ സെയിം ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പല രീതിയിലേക്ക് മാറ്റുന്നതാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു സ്ട്രെസ് ഓൺ ദാറ്റ്. അപ്പൊ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന അതേ കൺസെപ്റ്റുകളാണ് വരുന്നത് പരീക്ഷയ്ക്ക്. നിങ്ങൾ ചെയ്യുന്ന കൺസെപ്റ്റിന്റെ പുറത്തു നിന്ന് ഒരു കൺസെപ്റ്റ് എക്സാമിന് വരാനില്ല. നിങ്ങൾ ആ ബുക്കിനകത്തുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്തുനിന്ന് വരാൻ ഒരു കൺസെപ്റ്റ് പോലും ഇല്ല. അതാണ് യഥാർത്ഥത്തിൽ, ദാറ്റ്സ് എ റിയാലിറ്റി. മനസ്സിലായോ? അത് കാണിക്കാൻ വേണ്ടി സാർ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. സോ ബോത്ത് ആർ ആക്ച്വലി സെയിം. Anyway, let's move to the next question. A beam of electron is moving with a constant velocity in a region having electric and magnetic field of strength 20 volt per meter and 0.5 Tesla. Okay, electric field value 20 volt per meter. Magnetic field value 0.5 Tesla. At right angles to the direction of motion of the electron. Okay. So, at right angles to the direction of motion of the electron. What is the velocity? That's the question. The velocity കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെലോസിറ്റി ഫിൽറ്ററിന്റെ കണ്ടീഷൻ ആണ് അവിടെ വരുന്നത്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ, അതായത് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് ഇഫ് നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, വി ക്യാൻ റൈറ്റ് രണ്ട് ഫോഴ്സ് ആണെന്നുള്ളത്. ഒന്ന് QVB പ്ലസ് മറ്റൊരു QE. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ്, മറ്റൊന്ന് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ്. അപ്പോ when a charged particle is under the influence of a magnetic field and an electric field, നമ്മുടെ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് ഇങ്ങനെയാകും. E is equal to E by B എന്നാകും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. E is equal to E by B. So the velocity, ഇതാണ് നമ്മൾ വെലോസിറ്റി ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് യൂസ് ചെയ്യുന്നതും ഇതേ ഒരു സംഭവമാണ്. വെലോസിറ്റി ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് ഇതാണ് യൂസ് ചെയ്യുന്നത്. വെലോസിറ്റി ഫിൽട്ടർ. വെലോസിറ്റി ഫിൽട്ടർ എന്ന് പറയുമ്പോൾ ചില സ്പെസിഫിക് വെലോസിറ്റി മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും, such that only certain velocities are being selected. അതിനെയാണ് നമ്മൾ വെലോസിറ്റി ഫിൽട്ടർ എന്ന കൺസെപ്റ്റ് വെച്ച് പറയുന്നത്. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു E by B ആണ്. E എന്ന് പറഞ്ഞാൽ 20 volt per meter. B എന്ന് പറഞ്ഞാൽ 0.5 Tesla. So that is going to be 20 by 0.5, 200 by 5. 200 by 5 എന്ന് പറയുമ്പോൾ 20, 40 വരും അല്ലെ? 40 meter per second. Option D is the right answer. മക്കളെ ഫോർമുല ഓർത്ത് വെക്കുക. V is equal to E by B. അത് എവിടെന്നാ വന്നേ? ലോറൻസ് ഫോഴ്സിന്റെ കൺസെപ്റ്റ് ചെയ്യുന്ന വന്നത്. എന്താണ് ലോറൻസ് ഫോഴ്സിന്റെ കൺസെപ്റ്റ്? It comes into play when there is a magnetic field and electric field acting there. ഇപ്പൊ രണ്ടും ഉള്ളപ്പോ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് QVB plus QE ആണ്. QE is the force due to the electrostatic force. QVB ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇതാണ് ലോറൻസ് ഫോഴ്സിന്റെ കൺസെപ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, മനസ്സിലായത്? Is it clear? Yes, sir. Yes, sir. Yes, sir. എഴുതിയെടുത്തെങ്കിൽ തംസ് ഇടും കേട്ടോ. കിരൺ പറയൂ. ഓക്കെ ടാ. മക്കൾ എഴുതിയെടുത്തെങ്കിൽ ഒരു ചാറ്റ് ബോക്സിൽ ഒരു തംസ് ഇടും കേട്ടോ. തംസ് ഇല്ലെങ്കിൽ ദണ്ഡം എന്താണ്? യെസ്.
എഴുതി കഴിയുമ്പോൾ കേട്ടോ. Okay, so let's move to the next question. ഇത് നമ്മുടെ ഡയറക്റ്റ് ഫോർമുലയാണ്, മക്കൾ കണ്ടു കാണും. ബയോട്ട് സാവർട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് തന്നെ. നമ്മൾ ആദ്യം ഏർസ്റ്റഡിന്റെ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ പറയുന്നു, അതിനുശേഷം കറന്റ് എലമെന്റിനെ കുറിച്ച് പറയുന്നു, അതിനുശേഷമാണ് നമ്മൾ ബയോട്ട് സാവർട്ട്സ് ലോവിനെ കുറിച്ച് പറയുന്നത്. ബയോട്ട് സാവർട്ട്സ് ലോവിന്റെ ചുമ്മാ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, dB, the small magnetic field, is equal to mu0 by 4 pi I dl sin theta by r square. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ സാധാരണ എഴുതുന്നത്. പക്ഷേ നമ്മൾ വെക്ടോറിയൽ ഫോമിൽ എഴുതുമ്പോൾ dB is equal to mu0 by 4 pi I dl sin theta. ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ആർ ക്യാപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കും, ബൈ ആർ സ്ക്വയർ. ഈ ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ. ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ. നമുക്കത് ഇങ്ങനെ എഴുതാം, വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, ഓർ ദിസ് ക്യാൻ ബി കമ്പൈൻഡ് ടുഗദർ, mu0 by 4 pi I into dl r sin theta. കറന്റ് എലമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. കറന്റ് എലമെന്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി, മക്കൾ ഓർക്കണം. കറന്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ IDL ആണ്, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. കറന്റ് എലമെന്റ് ഇസ് എ എലമെന്റൽ ലെങ്ത് ഓഫ് എ വയർ. ഒരു ചെറിയ വയറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ്, അതാണ് ഈ കറന്റ് എലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, IDL. ഓക്കെ, അപ്പൊ കറന്റ് എലമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് IDL എന്ന് പറയുന്നത്. സോ dB is mu0 by 4 pi IDL വെക്ടർ r sin theta by r cube ആണ്. അവിടെ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, dB is equal to വെക്ടോറിയൽ ഫോമിലാണ് സാർ എഴുതാൻ പോകുന്നത്, mu0 by 4 pi I into dl cross r. dl cross r, a cross b is ab sin theta. ഇവിടെ dl cross r എന്ന് വെച്ചാൽ dl into r sin theta. ഓക്കെ, by r cube. അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടോറിയൽ ഇക്വേഷൻ, and that is given by option B, അല്ലേ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ മക്കൾ നോക്കണം, ഫോർമുലാസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ ഫോർമുലാസ് ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് വെരി വെരി ഹൈ ഫോർ യുവർ എക്സാംസ്. അപ്പൊ മക്കൾ അത് പഠിച്ചോ കേട്ടോ. നാളെ സാറ് ഫോർമുലാസ് ഒക്കെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓക്കെ, രാത്രി ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചിരിക്കാൻ എല്ലാ ഫോർമുലാസും, ഇതുവരെ നമ്മൾ കവർ ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഫോർമുലാസ് എല്ലാം ബൈഹാർട്ട് പഠിച്ചു വെക്കുക. വീഡിയോ എല്ലാവരും ഓൺ ചെയ്ത് നിങ്ങൾ എനിക്ക് ഉത്തരം തരേണ്ടി വരും. ഓക്കെ, യെസ്, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 30. ഡയറക്റ്റ് ഫോർമുലയാണ്, വേറെ ഒന്നുമില്ല ചെയ്യാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 31. A straight conductor carrying a current I splits into two parts as shown in the figure. Radius of the circular loop R ആണ്. Total magnetic field at the center P of the loop is. അപ്പോൾ ഒരു കറന്റ് ഇവിടെ വരുമ്പോ എന്ത് പറ്റും? ഒരു ജംഗ്ഷൻ ആണിത്. ഈ ജംഗ്ഷനിൽ കറന്റ് വരുമ്പോ it is getting split up. ജംഗ്ഷനിൽ കറന്റ് വരുമ്പോ it is getting split up. എങ്ങനെ? ഇങ്ങോട്ട് I1 പോയി, ഇങ്ങോട്ട് I2 പോയി, അത് വീണ്ടും ഇങ്ങനെ പോയി 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 ഈ ജംഗ്ഷൻ എത്തിയപ്പോ അത് വീണ്ടും കൂട്ടി യോജിച്ചു. സോ ഇതാണ് നമ്മുടെ ഐഡിയ. നമുക്ക് വേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ P. നമുക്ക് ഇവിടെ പോയിന്റ് Pയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ I1 എന്നും I2 എന്നും നമ്മൾ എടുത്തേക്കുന്നതാണ്. ക്വസ്റ്റ്യനിൽ ആകെ I മാത്രമേ തന്നിട്ടുള്ളൂ. റേഡിയസ് ഓഫ് ദ ലൂപ്പ് നമുക്കറിയാം, ക്യാപിറ്റൽ R ആണ്. അപ്പൊ കറന്റ് ആക്ച്വലി നമുക്ക് അറിയത്തില്ല, നമ്മൾ കണ്ടുപിടിക്കണം വാട്ട് ഇസ് എ കറന്റ് എന്ന്, അല്ലെങ്കിൽ I1 I2 കണ്ടുപിടിക്കണം. I1 I2 കണ്ടുപിടിക്കാൻ റേഡിയസിന്റെ കൺസെപ്റ്റ് എടുക്കണം, റെസിസ്റ്റൻസിന്റെ കൺസെപ്റ്റ് എടുക്കണം നമ്മൾ. ഇത് ഇങ്ങനെ നോക്കിക്കേ, ഈ I2 പാസ് ചെയ്യുന്നത് 1/4 ഓഫ് ദ വയറിലൂടെയാണ്.
അപ്പൊ വയറിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഞാൻ R എന്ന് എടുത്താൽ ഈ I2 പാസ് ചെയ്യുന്ന പോർഷന്റെ റെസിസ്റ്റൻസ് R/4 ആണ്. അപ്പോ ബാക്കി I1 പാസ് ചെയ്യുന്ന പോർഷൻ റെസിസ്റ്റൻസോ I1 പാസ് ചെയ്യുന്ന പോർഷന്റെ റെസിസ്റ്റൻസ് R/3R/4 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് R ആണ്. അതിനകത്ത് 1/4 R I2 എന്ന കറന്റും ബാക്കി വരുന്ന 3R/4 I1 എന്ന കറന്റുമാണ് ഫ്ലോ ചെയ്യുന്നത്. ഇതാണ് ഐഡിയ. സോ R' is equal to 3R/4. ഓക്കെ. അപ്പൊ ഇനി മക്കളെ അപ്പൊ റെസിസ്റ്റൻസ് ആണ് സാർ ഇപ്പൊ എഴുതിയത്. ഓം. ദിസ് ഇസ് ആക്ച്വലി ഇൻ ഓം റെസിസ്റ്റൻസ്. നമുക്ക് I1 I2 കണ്ടുപിടിക്കണം. ഇത് രണ്ടും പാരലൽ ആണ് ആക്ച്വലി. ബോത്ത് ഓഫ് ദം ആർ ഇൻ പാരലൽ. ഏതൊക്കെ? I1 പോകുന്ന പോർഷനും I2 പോകുന്ന പോർഷനും അവര് പാരലൽ ആണ്. അപ്പൊ 2 റെസിസ്റ്റേഴ്സ് ഇൻ പാരലലിന്റെ കണ്ടീഷൻ യൂസ് ചെയ്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പൊ കറന്റ് അറിയാം, റെസിസ്റ്റൻസ് അറിയാം. We are supposed to find I1 and I2. For that, let's find out the voltage. So V is equal to I into the equivalent resistance. So V is equal to I into R equivalent എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പാരലൽ ആണ്. അതായത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ മക്കളെ, ഈ ഒരു പോർഷനും പാരലൽ ടു ഈച്ച് അതർ ആണ്. അപ്പൊ ഈ ഒരു ഫുൾ പോർഷൻ എടുക്കുമ്പോൾ അത് R/ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ 3R/4 ആണ്, മറ്റേത് R/4 ആണ്. അപ്പൊ R equivalent will be equal to R1 R2 divided by R1 plus R2. അതാണ് നമ്മുടെ ഫോർമുല. R1 R2 divided by R1 plus R2. അപ്പൊ R1 R2 എന്ന് പറയുമ്പോൾ 3R/4 into R/4 3R/4 into R/4 divided by 3R/4 plus R/4. So that is equal to 3R/4 into 3R/4, 3R/16. ഇവിടെ 4R/4 cancel by 1i. അപ്പോൾ R. Yeah, that will be 3R/16 മക്കളെ. Equivalent 3R/16. So R equivalent is 3R/16. Okay. അപ്പോ ഐയുടെ വാല്യൂ നമുക്ക് അറിയില്ല അല്ലേ? I into 3R/16. We got the voltage across the two branches. If you have the voltage, you can actually find the current. So I1 is equal to V by R. So V by R 1 analysis. So V is corresponding to I into 3R/16 by R1. R1 ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മക്കളെ R1 എന്ന് പറഞ്ഞാൽ 3R/4 ആണ്. This is our R1. Okay, 3R/4 ആണ് നമ്മുടെ R1 എന്ന് പറയുന്നത്. 3R/4. ഇതിന്റെ R2. So 3R/16. Yeah, R1 ന്റെ വാല്യൂ 3R/4. 3R ക്യാൻസൽ ആയി. 4 വന്നു. 4i എന്നാണ് മക്കളെ വരുന്നത്. I1 is equal to 4i എന്ന് കിട്ടി. അപ്പൊ I2 equal to എന്ത് വരും? I2. What will be the value of I2? Voltage അറിയാം നമുക്ക്. I is equal to V by R again formula. V by R2. So I into 3R/16 by R2 എന്ന് പറഞ്ഞ മക്കളെ 1/4 R1. 1/4 R1. So one by 4 R എഴുതാം. So ഒരു 4ഉം ഒരു 16 ഒരു 4 വരും. So I2 will be corresponding to R വരും പോയി 3i/4. അപ്പൊ I2 കിട്ടി. അതുപോലെ നമുക്ക് എന്ത് കിട്ടി? I1 കിട്ടി. ഇത് നമുക്ക് വേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ് അല്ലേ? So to find the magnetic field at the center of the loop, നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു വട്ടം ചെയ്താൽ മതി കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്ന് അപ്പൊ ചാടിക്കറി ആൻസർ എഴുതിക്കോളണം. തമ്പ് റൂൾ യൂസ് ചെയ്ത് ആദ്യം തന്നെ ഈ I1 പാസ് ചെയ്യുന്ന പോർഷന്റെ ഡയറക്ഷൻ മനസ്സിലാക്കണം.
തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പൊ തമ്പ് റൂളിന് പകരം ഒരു ഷോർട്ട് കട്ട് സാറ് പറഞ്ഞുതരാം. ഇതെന്റെ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിൽ ലോറി എന്ന് ഓർത്ത് വെക്കുക. ലോറി, നമ്മുടെ റോഡിലൂടെ പോകുന്ന ലോറി ഇല്ലേ, ലോറി എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ലെഫ്റ്റ് സൈഡില് ഔട്ട് സൈഡ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്, അതായത് പുറത്തേക്ക് വരുമായിരിക്കും. ഇവന്റെ റൈറ്റ് സൈഡില് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ നമുക്കുണ്ടെങ്കിൽ അവന്റെ ലെഫ്റ്റ് സൈഡില് ലോറി എന്ന് ഓർക്കുക, ലെഫ്റ്റ് സൈഡ് ഔട്ട്, ലെഫ്റ്റ് സൈഡ് ഔട്ട്. റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ഇൻ ടു, അകത്തേക്ക്. ഓക്കെ, അപ്പൊ ലോറി ലെഫ്റ്റ് സൈഡ് ഔട്ട്, റൈറ്റ് സൈഡ് ഇൻ. സോ ദാറ്റ് ഇസ് ലോറി. അത് നമ്മൾ ഓർത്ത് വെക്കുക. ലോറി പ്രകാരം ഞാൻ നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഈ പോയിന്റ് എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. സിമിലർലി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ലോറി തന്നെ അപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് ആരോ നോക്കണേ, ലെഫ്റ്റ് സൈഡില് ഇൻ ടു ദ പ്ലെയിൻ, റൈറ്റ് സൈഡിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഓക്കെ, സെയിം ആണോ നോക്കട്ടെ. ജസ്റ്റ് വൺസ് അഗൈൻ തമ്പ് റൂൾ പിടിച്ച് നോക്കാം. നമുക്ക് തമ്പ് റൂൾ പിടിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി ഔട്ട് ഓഫ് ദ പ്ലെയിൻ. നോക്കളെ, ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ഇൻ ടു അല്ല ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അപ്പൊ ഒരെണ്ണം ഇൻ ടു ദ പ്ലെയിൻ, മറ്റേത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആ വരുന്നത് അല്ലെ. ഒരെണ്ണം ഇൻ ടു ദ പ്ലെയിനും മറ്റേത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആ വരുന്നത്. ഇനി നിങ്ങൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഓരോ പീസിന്റെയും. ആദ്യം I1 പാസ് ചെയ്യുന്ന പീസിന്റെ കണ്ടുപിടിക്കാം. I1 പാസ് ചെയ്യുന്ന പോർഷന്റെ അതെങ്ങനെ എടുക്കാൻ നോക്കാം. ഇത് കഴിയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം I1 പാസ് ചെയ്യുന്ന പോർഷന്റെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കണം. ഓക്കെ, അപ്പൊ ആദ്യം I1 പാസ് ചെയ്യുന്ന പോർഷന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളവിടെ ഓർക്കേണ്ട ഇക്വേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു പാർട്ട് ഓഫ് എ സർക്കിൾ ഓർ എൻ ആർക്ക്. അത് ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ട്. ഈ ആർക്ക് കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് വിചാരിച്ചു. ഇവൻ കോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ B is equal to μ0I by 2A അല്ലെങ്കിൽ 2R ആണ്. അപ്പൊ അതിപ്രകാരം I1 കറന്റ് പോകുന്ന പോർഷന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0 into I1ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. I1ന്റെ വാല്യൂ 4I ആണ്. അതവിടെ കൊടുക്കാം. I1ന്റെ വാല്യൂ 4I. I1ന്റെ വാല്യൂ 4I. 4I ഡിവൈഡഡ് ബൈ, ഇതിന്റെ കൂടെ ഒന്നുകൂടെ ഉണ്ട്, തീറ്റ ബൈ 360. 2 into R, തീറ്റ ബൈ 360. ഫസ്റ്റ് കേസിൽ I1 പോകുന്നത് ഇത്രയും സർക്കിൾ ഉണ്ട്. ഇത് ആക്ച്വലി എത്രയാണെന്ന് അറിയോ? 270 ഡിഗ്രി ആണ് വരുന്നത്. 270 ഡിഗ്രി അല്ലെ? യെസ്. സോ ദാറ്റ് വിൽ ബി 270 by into 270 by 360. So that will be 3 by 4. 4 cancel ആയി. ഒരു 3 മാത്രം ബാക്കി. So 3 μ0 I by 2R. That's what you get. 3 μ0 I by 2R. ഇനി അതുപോലെ മക്കളെ I2 പാസ് ചെയ്യുന്ന പോർഷൻ നമുക്ക് എടുക്കാം. I2 പാസ് ചെയ്യുന്നത്, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ സെയിം ഇക്വേഷൻ ആണ്. μ0 I ന് പകരം നമുക്ക് I2 ആണ് ഇവിടെ വരേണ്ടത് കേട്ടോ. μ0 I2 by 2R തീറ്റ by 360. ഇതാണ് ഫോർമുല. അപ്പൊ I2 ന് പകരം μ0 into what is our I2 value? 3 by 4I എന്നാണ് കിട്ടിയത്. 3 by 4I. So μ0 into 3 by 4I by 2R into theta by 360. Theta ഇവിടെ 90 ഡിഗ്രി ആണ് സെക്കൻഡ് കേസിൽ. 90 ഡിഗ്രി. That will be 1 by 4. Okay. So നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു and we are trying to find the answer. അപ്പോൾ നമുക്ക് ഇവിടെ കറന്റ് 3 by 4 90 ഡിഗ്രി ആണ് കിട്ടുന്നത്. 90 by 4 ഇവിടെ 4I. ഓക്കെ, അപ്പൊ നിങ്ങൾ കാൽക്കുലേഷൻ പാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട് കാൽക്കുലേഷൻ പാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതോ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇനി അടുത്ത ഒരു കണ്ടീഷൻ, രണ്ടു പേരെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത് നോക്കണം.
ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. നമ്മൾ ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് എന്തെങ്കിലും ക്രിപ്പിൻ ചെയ്യും. നോക്കാം നമുക്ക്. യെസ് മക്കളെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് കറക്റ്റ് ഇറ്റ് ഫോർ യു. ഇവിടെ നോക്കിക്കേ, ഇവിടെ I/4 ആണ് വന്നത്, പക്ഷെ നമ്മൾ എഴുതിയത് 4i എന്നാണ്. I/4 എന്നാണ് വാല്യൂ വരുന്നത്, പക്ഷെ നമ്മൾ എഴുതിയത് 4i എന്നാണ് I1ന്. അപ്പൊ അത് നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യണം. ഇവിടെ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. I/4 എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി 4i അല്ല, I/4 ആണ് വരേണ്ടത് കേട്ടോ. ഇവിടെ I/4 ആണ് വരേണ്ടത്. അപ്പൊ I/4 വരുമ്പോ നമുക്ക് ഇവിടെ താഴെ ഒരു 4 കൂടി ഉണ്ടാവും. 4 4 16 ഉണ്ടാവും. 16 അതിൽ ഇവിടെയും അങ്ങനെ തന്നെ വരും. 3 into μ0i/16 into 2r ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു B1ഉം B2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ B1 മൈനസ് B2 വാല്യൂ ഈക്വൽ ആണ്, പക്ഷെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 0 വരുന്നു. വാല്യൂ ഈക്വൽ ആണ്, പക്ഷെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 0 വരുന്നു. മക്കൾ എല്ലാവരും ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സാർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ലിസൺ ഹിയർ കെയർഫുള്ളി കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പീസ് എടുത്തു. ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് റബ് ചെയ്യുവാണ്. നമ്മൾ ആദ്യം I1 എന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, I2 എന്ന വാല്യൂവും നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഫിഗറിലുള്ള I1ഉം വേണം, I2ഉം വേണം. അപ്പൊ I1ഉം I2ഉം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് രണ്ട് ടെർമിനൽസ് എടുത്തു. ഒരു പോയിന്റ് ഇത്, ഒരു പോയിന്റ് ഇവിടെ. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദിസ് വയർ ഞാൻ 6 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത്രയും പോർഷന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3/4 R ആണ്. ഇത്രയും പോർഷന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/4 ആണ്. ഓക്കെ, അപ്പൊ 3R/4ഉം R/4ഉം പാരലൽ ടു ഈച്ച് അതർ ആണ്. അപ്പൊ അത് ബേസ് ചെയ്ത് ഞാൻ R ഈക്വലന്റ് കണ്ടുപിടിച്ച് വെച്ചു. R ഈക്വലന്റ് 3R/16. ഐ ഫൗണ്ട് ഔട്ട് ദ R ഈക്വലന്റ്. സർ, സോ പറയടാ സർ, 3R/4 വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. കേട്ടില്ല. 3R/4 വന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു. 3R/4 വന്നത് എങ്ങനെയാണോ? അതെ. അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണല്ലോ. ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്, അസ്യൂം ചെയ്യുന്നതാണ് കേട്ടോ. ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണെങ്കിൽ ഈ പോർഷൻ ഇല്ലേ, ഇത്രയും ആ ടോട്ടൽ സർക്കിളിന്റെ 1/4 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ റെസിസ്റ്റൻസ് 1/4 R എന്ന് എഴുതി. ഇനി ബാക്കിയുള്ളത് ഇതാ സർക്കിളിന്റെ 3/4 ഇതല്ലേ സർക്കിളിന്റെ മുക്കാൽ ഭാഗവും. അതുകൊണ്ടാണ് 3/4 into R എന്ന് എഴുതുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോ വാട്ട് ഡു വി ഡു? അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു നമ്മള്. അപ്പൊ R ഈക്വലന്റ് കണ്ടുപിടിച്ചു. R1 R2/R1 plus R2. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി ഫോർമുല. R ഈക്വലന്റ് 3R/16 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്തേ? ഇത് രണ്ടും പാരലൽ ആണെന്ന് പറഞ്ഞു. V is equal to IR. ഓംസ് ലോ യൂസ് ചെയ്ത് നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിച്ചു. ആ രണ്ട് പോയിന്റ്സിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചു. വോൾട്ടേജ് കിട്ടിയ കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ അടുത്ത സ്റ്റെപ്പില് കറണ്ടിലേക്ക് എത്തി. സോ വോൾട്ടേജ് ഇസ് I into 3R/16. അപ്പൊ I1 കണ്ടുപിടിക്കണമെങ്കിൽ റെസിസ്റ്റൻസ് ഓംസ് ലോ V/R1 ഓംസ് ലോ. അപ്പൊ I1 is I/R4 കിട്ടി, I2 3I/4 കിട്ടി. ഇനി രണ്ടും കൂടി കമ്പൈൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഒരു ലൂപ്പ് കാരണമുള്ള കറണ്ട് ഇങ്ങനെയും മറ്റത് ഇങ്ങനെയാവുമ്പോൾ ഒരെണ്ണം കാരണമുള്ളത് അകത്തേക്കും മറ്റത് കാരണമുള്ളത് പുറത്തേക്കുമാണ്. അപ്പൊ ഈ വലിയ പീസ് കാരണമുള്ളത് ഇവിടെ പുറത്തേക്കും ചെറിയ പീസ് കാരണമുള്ളത് ഇവിടെ അകത്തേക്കുമാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടിന്റെ വാല്യൂ ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഫൈനലി വി ആർ ഗെറ്റിംഗ് V1 minus V2 is equal to 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആ. പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും ചാടിക്കയറി ചെയ്യാൻ നിൽക്കരുത്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ അവസാനത്തേക്ക് മാറ്റി വെക്കണം. ആദ്യമേ ഇത് ചെയ്താൽ നിങ്ങളുടെ സമയം മൊത്തം പോകും. അവസാനം ടെൻഷൻ അടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അവസാനം ഇത് ചിലപ്പോൾ തെറ്റിപ്പോകും. അതായിട്ട് രസം. എല്ലാം കഷ്ടപ്പെട്ട് ചെയ്ത് വരുമ്പോ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ അവസാനത്തേക്ക് മാറ്റി വെക്കുക. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മക്കൾക്ക് സാർ അത് എടുത്തുന്നേ ഉള്ളൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും അവസാനത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. മനസ്സിലായോ മക്കളെ? മെത്തേഡ് മനസ്സിലായോ ഇത് ചെയ്യണ്ടേ?
Yes, sir. Yes, sir. Yes, sir. Yes, sir. പരീക്ഷയ്ക്ക് ഇത് വരുവാണെങ്കിൽ ഇത് ചെയ്തോളണം കേട്ടോ. വീക്ക്ലി എക്സാമിനോ ഡെയിലി എക്സാമിനോ ഒക്കെ വരുവാണെങ്കിൽ യു ഹാവ് ടു ഡു ദിസ് കെയർഫുള്ളി. ചിലപ്പോൾ സാർ വാല്യൂസ് ഒക്കെ മാറ്റിയായിരിക്കും തരുന്നത്. അപ്പൊ യു ഹാവ് ടു ബി കെയർഫുൾ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ. A long straight wire of radius A carries a steady current I. അപ്പോൾ ഒരു കറന്റ് ഉണ്ട്, വയർ ഉണ്ട്, നമുക്ക് കറന്റ് I ആണ്. The current is uniformly distributed over its cross section. അപ്പോൾ കറന്റ് ഫുൾ ആയിട്ടുണ്ട്. The ratio of the magnetic field B and B dash at radial distance A by 2 and 2A by 2A. Okay. അപ്പൊ ഒന്നുമില്ല, രണ്ട് ഡിസ്റ്റൻസിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കണം. അതായത് ഇവിടെയുള്ള ഫീൽഡും ഇവിടെയുള്ള ഫീൽഡും അത്രയേ ഉള്ളൂ, കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം എ ലോങ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം എ ലോങ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ ഇങ്ങനെ എഴുതും. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു mu 0 I by 2 pi r. ഇതാണ് ഇക്വേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു mu 0 I by 2 pi r. ദാറ്റ് ഇസ് എ ഫോർമുല. അപ്പോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഫോർമുല ഞാൻ എഴുതി, mu 0 I by 2 pi r. ഇനി അടുത്ത സ്റ്റെപ്പില് രണ്ട് കേസസ് ആണുള്ളത്, കമ്പയർ ചെയ്യണം. B പ്രപ്പോർഷണൽ ടു 1 by r ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാം, P1 proportional to 1 by A by 2. P2 proportional to 1 by 2A. Okay. Now take the ratio. So B1 by B2 is equal to 2A by, abhi 2A മോളിലേക്ക് വരും, A by 2. A by 2. Okay. So A യും A cancel ആയി, 2 മോളിലേക്ക് വന്നപ്പോൾ 4 വരും. B1 by B2 is equal to 4 എന്നാണ് വരുന്നത്. സോ മക്കളെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമുക്കുണ്ടെങ്കിൽ അവന്റെ മാഗ്നറ്റിക് ഫീൽഡ്, എവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്, ആദ്യം A by 2 ഡിസ്റ്റൻസിലുള്ളത്, പിന്നെ 2A ഡിസ്റ്റൻസിലുള്ളത്, രണ്ടും കണ്ടുപിടിച്ചു. B പ്രപ്പോർഷണൽ ടു 1 by r ആണ്. രണ്ടിന്റെയും റേഷ്യോ യൂസ് ചെയ്യുക and you're going to get the answer for the question. രണ്ടിന്റെയും റേഷ്യോ ഉപയോഗിച്ചാൽ മതി, നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായോ മക്കളെ? Yes, sir. അതിന്റെ കുഞ്ഞുങ്ങളെ കൺസെപ്റ്റ് ക്ലിയർ ആയോ ആ ക്വസ്റ്റിന്റെ? Yes, sir. Yes, sir. ഒന്നുകൂടെ പറയണോടാ? No, sir. മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. എഴുതി കഴിഞ്ഞോ? അത് എഴുതി കഴിയുമ്പോൾ തംസ് അപ്പ് ഒരു ചാറ്റ് ബോക്സ് ഓർ ഡൺ എന്ന് പറയൂ. Okay, then let's move to the next question. Two long parallel wires are at a distance of 1 meter. Both of them carry 1 ampere of current. The force of attraction per unit length between the two wires. രണ്ട് parallel wires ആണ് നമുക്കുള്ളത്. Both of them carry 1 ampere current. Distance 1 meter apart ആണ്. Force of attraction per unit length between the rods. Direct formula ആണ്. F by L ആണ് ചോദിക്കുന്നത്. Force per unit length. mu 0 I1 I2 by 2 pi d. Mu 0 I1 I2 by 2 pi d. That is the formula. mu 0 എന്ന് വെച്ചാൽ 4 pi × 10⁻⁷ ആണ് ചെയ്യാൻ പോകുന്നത്. mu r നെ വിളിക്കുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്നാണ്.
റിലേറ്റീവ് പെർമിയബിലിറ്റി എന്നാണ് അവനെ വിളിക്കുന്നത്. ഓക്കെ, ഈ μ0ന്റെ വാല്യൂ ആണ് 4π × 10⁻⁷ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സാർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. μ0ന് പകരം 4π × 10⁻⁷ സാർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലായോ മോളെ? യെസ് സർ, മനസ്സിലായി. താങ്ക് യു. Okay, അടുത്ത ക്വസ്റ്റ്യൻ 59 ചെയ്യാം നമുക്ക്. Two parallel wires in free space are 10 centimeter apart and each carries a current 10 ampere in the same direction. The force exerted by one wire on the other per meter length. മക്കളൊന്നും ചെയ്യുന്ന ആൻസർ പറഞ്ഞേ. നിങ്ങളപ്പോ ആ കൺസെപ്റ്റ് പഠിച്ചു കാണും. ഫോഴ്സ് എക്സ്പീരിയൻസ് ബിറ്റ്വീൻ ടു കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ് അല്ലെ? അതി what is the idea? When there are two current carrying conductors carrying currents in the same direction, ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ആണോ റിപ്പല്ലീവ് ആണോ? അതി Attractive. attractive. Very good. So Anna, can you tell me the answer? Anna എല്ലാവരും ചെയ്തിട്ട് ആൻസർ പറയൂ. ചാറ്റ് ബോക്സിൽ ആൻസർ ഇട്ടേ സാർ. I wait in the chat box. Come on. Two parallel wires are 10 centimeter apart. ഒരു കാര്യം ചെയ്യണം, സെന്റിമീറ്ററിനെ മീറ്റർ ആക്കി മാറ്റണം, വേറെ ഒന്നുമില്ല. പിന്നെ ഡയറക്റ്റ് ഫോർമുല നമ്മളിപ്പോ ഉപയോഗിച്ച അതേ ഫോർമുല തന്നെ യൂസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാം. ട്രൈ ചെയ്തേ എല്ലാവരും. രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, പാരലൽ വയേഴ്സ് ആണ്. These are the conductors. The distance is 10 centimeter. 10 × 10⁻². Current is 10 ampere. Force exerted by one wire on the other per meter length. F/L. നമ്മുടെ സെയിം ഫോർമുല. μ0 I1 I2. കറന്റ് എല്ലാം സെയിം ആണ്. by 2π d. d എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. So again 4π × 10⁻⁷. I1 I2 10 × 10 by 2π. d എന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ ആണ്. കൺവേർട്ട് ചെയ്യണം. 10 × 10⁻². That's how we do it. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടുന്നേ പറഞ്ഞേ. അപ്പൊ എന്തായാലും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഈച്ച് ക്യാരി കറന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. മക്കൾ ഓർത്ത് വെക്കുക, ഇഫ് ദ ടു വയേഴ്സ് ആർ ക്യാരിയിങ് കറന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ they will attract each other. അതാണ് നമ്മുടെ property. If two current carrying conductors are carrying current in the same direction, they will attract each other. കേട്ടോ? അപ്പൊ അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയ? ഓപ്ഷൻ പറഞ്ഞ മക്കളെ, ഫൈനൽ ആൻസർ പറയൂ, എത്രയാണ് കിട്ടുന്നതെന്ന്. Come on, tell me. വേഗം പറയൂ ആൻസർ. തെറ്റിപ്പോയ കുഴപ്പമൊന്നുമില്ല, ചാറ്റ് ബോക്സിൽ ഇട്ടുള്ള ആൻസർ നോക്കട്ടെ സാറ്. ആൻസർ ആർക്കും കിട്ടിയില്ല. ആൻസർ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാനില്ലല്ലോ. ആൻസർ വരട്ടെ. കമോൺ. ഹദി ഇട്ടു. ബാക്കി ഓപ്ഷൻ സി. ഓക്കെ, ഡൺ. അടുത്തത് ആരാ? അന്ന എവിടെ? അന്നയുടെ ഓപ്ഷൻ എവിടെ? കിരണിന്റെ ഓപ്ഷൻ സി. ഓക്കെ, ഫൈൻ. കിരൺ എന്താ കിട്ടിയത്? കിരൺ ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. യെസ്, കറന്റ് സെൻസിറ്റിവിറ്റി ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ കൺസെപ്റ്റ്. അടുത്തത് കറന്റ് സെൻസിറ്റിവിറ്റി ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ θ/I ആണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ θ/V ആണ്.
current sensitivity and voltage sensitivity. Current sensitivity formula NBA by K അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റോറിംഗ് ടോർക്ക് ഏത് ലെറ്റർ യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. ഇപ്പൊ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോയിൽ സി ആ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് മീ റൈറ്റ് ഇറ്റ്. Current sensitivity of a moving coil galvanometer is 5 divisions per milliampere. Current sensitivity എന്ന് പറഞ്ഞാൽ IS എന്ന് എഴുതി, തീറ്റ ബൈ I ആണ്. That's equal to NBA by C അല്ലെങ്കിൽ K. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ V ആണ്. That's equal to NBA by RC. ഇങ്ങനെയാണ് വരുന്നത്. എന്താ കണ്ടുപിടിക്കണ്ടേ? Resistance of the galvanometer. Resistance of the galvanometer ആണ് കണ്ടുപിടിക്കേണ്ടത്. How do you find the resistance of the galvanometer? താഴെ എഴുതിയിരിക്കുന്ന R ഇല്ലേ മക്കളെ, അതാണ് resistance of the galvanometer. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇക്വേഷൻ എഴുതിയിരിക്കുന്ന നമ്മുടെ R ആണ് resistance of the galvanometer എന്ന് പറയുന്നത്. ഇതാണ് resistance of galvanometer. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിന്റെയും റേഷ്യോ എടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. കാണിച്ചു തരാം. IS by VS is equal to NBA by C by NBA by RG into C. അപ്പോൾ NBA cancel ആയി, C cancel ആയി, RG goes to the numerator, that is RG. So RG is equal to IS by VS ആണ്. IS ന്റെ വാല്യൂ 5 divisions per milliampere ആണ് കേട്ടോ. നോക്കണം, milliampere ആണ്, കൺവേർട്ട് ചെയ്യണം. 5 divisions per milliampere എന്ന് വെച്ചാൽ 5 by 10 raised to minus 3 milliampere അതാണ്. VS എന്ന് പറയുന്നത് 20 divisions per volt, അവിടെ കുഴപ്പമില്ല. That's equal to RG. 10 raised to minus 3 ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി. So I'm getting RG is equal to 5 into 10 raised to 3 divided by 20. That will be 500 by 2 എന്ന് വരും. 5000 by 20 അല്ലെങ്കിൽ 500 by 2, that will be 250. അപ്പോൾ ആൻസർ will be 250 for the question. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ട രണ്ട് റിലേഷൻഷിപ്പ് ആണ്. ഒന്ന് കറന്റ് സെൻസിറ്റിവിറ്റി, രണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് NBA by C ആണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ NBA by RC ആണ്. റേഷ്യോ എടുക്കുക രണ്ടിന്റെയും. അപ്പൊ RG മാത്രമേ ബാക്കിയുള്ളൂ. RGയുടെ വാല്യൂ കണ്ടുപിടിക്കുക. Resistance of the galvanometer. Okay, it's easy. It's such an easy question. I hope you understood how to do the question. നമുക്ക് മനസ്സിലായോ ചെയ്തത്? ഡയറക്റ്റ് ഫോർമുലാസ് രണ്ടെണ്ണം എഴുതി റേഷ്യോ എടുത്തു, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സാർ ഈ ഫോർമുലാസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത്. നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ട്വിസ്റ്റിംഗ് ആയിട്ട് വരുന്നത് വളരെ റെയർ ആണ്. എല്ലാം ബേസിക് ഫോർമുല തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ചിന്തിച്ച് ചെയ്യണമായിരുന്നു. കുറച്ച് മുമ്പ് 2 പേജൊക്കെ എടുത്ത് ചെയ്ത ക്വസ്റ്റ്യൻ. പക്ഷെ ഇനി അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ചാടി കയറി 0 എന്ന് ആൻസർ എഴുതാം അവിടെ. അതിനുവേണ്ടി സാർ അത്രയും ലെങ്തി ആയിട്ടൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നു നിങ്ങളെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മക്കൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഫോർമുലാസ് ശരിക്കും അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് കുറേ പരിധി വരെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ 73 നോക്കാം. December 73 ഇത് എഴുതി കഴിഞ്ഞോ മക്കളെ? ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ give me a thumbs up in the chat box. Thumbs up or down in the chat box. എഴുതി കഴിയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു അതിനകത്ത്. Okay, fine. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. In an ammeter of 0.2% of main current is passes through the galvanometer. Main current in 0.2% passes through the galvanometer എന്നാണ് പറയുന്നത്.
അപ്പൊ അതൊന്ന് എഴുതാം നമുക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ അമ്മീറ്റർ വോൾട്ട് മീറ്റർ കൺവേർഷൻ മക്കൾ കണ്ടു കാണും വീഡിയോയിലുള്ളത്. ഇങ്ങനെയായിരുന്നു ഒരു ഗാൽവനോമീറ്റർ നമുക്കുണ്ടത്. ഗാൽവനോമീറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ അമ്മീറ്റർ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്, വി ആർ കണക്ടിങ് എ ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ ടു ദി ഗാൽവനോമീറ്റർ. ഇതാണ് എന്റെ ഗാൽവനോമീറ്റർ, ഇത് എന്റെ റെസിസ്റ്റൻസ് ആണ്. സോ ഈ കോമ്പിനേഷനെയാണ് നമ്മൾ അമ്മീറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഷണ്ട് ആണ്. There is a current Ig through here. I is coming here. This is I minus Ig. Okay. So in an ammeter, 0.2% of main current passes through the galvanometer, which means Ig is equal to 0.2 by 100. I. അതുപോലെ I can write I minus Ig also. I minus Ig value will be equal to 0.2 അല്ലേ? അപ്പൊ 99.8 I by 100. 0.2 ഇങ്ങോട്ട് പോയി, ബാക്കി എത്രയാ ഇങ്ങോട്ട് പോകാനുള്ളത്? 99.8 I by 100. If resistance of galvanometer is G, the resistance of the ammeter will be. Ammeter resistance ആണ് കണ്ടുപിടിക്കേണ്ടത്. കറന്റിന്റെ റിലേഷൻഷിപ്പ് നമുക്കറിയാം. എങ്ങനെ എടുക്കും? Resistance of the galvanometer is G. Resistance of the ammeter. ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. The galvanometer and the shunt is in series, is in parallel with each other. Galvanometer and the shunt is in parallel with each other, which means Ig into G is equal to I minus Ig into S. Substituting, Ig is 0.2 I by 100 into G. I minus Ig is 99.8 by 100 into I. Okay, 100 പോയി, I പോയി. അപ്പൊ നമുക്ക് G കണ്ടുപിടിക്കാം. ആക്ച്വലി അവിടെ G തന്നെയാണ്, നമുക്ക് പ്രത്യേകിച്ച് എടുക്കണ്ട. S കണ്ടുപിടിക്കാം അവിടെ നിന്ന്. ഇൻറ്റു എസ് കണ്ടുപിടിക്കാം. I പോകത്തില്ല കേട്ടോ. എസ് കണ്ടുപിടിക്കാം നമുക്ക്. ഐയും പോയി, സോറി, ഐ പോയി. എസ് കണ്ടുപിടിക്കാം. ആ സ്റ്റെപ്പ് സാർ ഒന്നുകൂടെ പറഞ്ഞു തരാം. ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളൊരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്, വി ആർ കണക്ടിങ് എ ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ ടു ദി ഗാൽവനോമീറ്റർ. ദാറ്റ് ഇസ് ദി അറേഞ്ച്മെന്റ്. എ ഷണ്ട് ഇൻ പാരലൽ ടു ദി ഗാൽവനോമീറ്റർ. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ എഴുതാം? ഐ ജി ഇൻറ്റു ജി ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. ഐ ജി എന്ന് പറയുന്ന 0.2 I by 100 into G equal to 99.8 I by 100 into S. ഇതാണ് വരുന്നത്. ഐയും പോയി, 100 പോയി, 0.8 and 99.8. That will be, so S is equal to 0.2 divided by 99.8 G. Or this is equal to G by 499. ഇതാണ് എസിന്റെ വാല്യൂ. നമ്മളോട് എസിന്റെ വാല്യൂ അല്ല ചോദിക്കുന്നേ, റെസിസ്റ്റൻസ് ഓഫ് ദി അമ്മീറ്റർ ആ ചോദിക്കുന്നേ. അമ്മീറ്റർ എന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയുന്നത്. സോ ഇൻസൈഡ് ആൻ അമ്മീറ്റർ എസ് ആൻഡ് ജി ആർ ഇൻ പാരലൽ ടു ഈച്ച് അതർ. എസ് ആൻഡ് ജി ആർ ഇൻ പാരലൽ ടു ഈച്ച് അതർ. സോ ലെറ്റ് മി റൈറ്റ് ദ ഫോർമുല. പാരലൽ ആണ്. Resistance of the ammeter will be S into G divided by S plus G. S is G by 499. S adana into G divided by S is G by 499 plus G. Simplify ചെയ്യുമ്പോൾ ഈ G ഒക്കെ ക്യാൻസൽ ആയി പോയി ബാക്കി കിട്ടുന്ന ഒരു G ആണ്. G by 499 plus 500. Option C is the right answer for the question. G by 500 is the answer. So മക്കളെ എപ്പോഴും ഓർക്കുക, ഒരു അമ്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a combination of a galvanometer across which a shunt is connected. A shunt is connected in parallel to the galvanometer. അതിനെയാണ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയുന്നത്. ആ കോമ്പിനേഷനെയാണ് നമ്മൾ അമ്മീറ്റർ എന്ന് വിളിക്കുന്നത്. A shunt is connected in parallel to the galvanometer. ആ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അമ്മീറ്റർ എന്ന് വിളിക്കുന്നത്.
നമ്മൾ ആദ്യം ജീന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എങ്ങനെയാ ജീന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ജീന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത്, രണ്ടുപേരും പാരലൽ ആയതുകൊണ്ട് എസും ജിയും പാരലൽ ആണ്. ഐ എം ഡൂയിങ് ഐ ജി ഇൻറ്റു ജി ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. അത് ബേസ് ചെയ്ത് എനിക്ക് അതിന്റെ കണ്ടീഷൻ കിട്ടി. എസിന്റെ വാല്യൂ കിട്ടി ജി ബൈ 499 എന്ന്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ജി ബൈ 500. നമ്മൾ സോൾവ് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചെടുത്തു. അപ്പോ അമ്മീറ്ററിന്റെ വാല്യൂ നമ്മൾ എസ് ജി, എസും ജിയും പാരലൽ ആണ്, അത് വെച്ച് കണ്ടുപിടിച്ചു. മക്കളൊരു കാര്യം ശ്രദ്ധിക്കണം, എസിന്റെ വാല്യൂ ജി ബൈ 499 എന്ന ഓപ്ഷനിലുണ്ട്. നിങ്ങൾ എസ് കിട്ടുമ്പോൾ ആ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞ് നിർത്തി പോകരുത്. നിർത്തി പോയാൽ അത് തെറ്റിപ്പോകും. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനും നിങ്ങൾ ആ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പിൽ സ്റ്റക്കായി അവിടെ നിന്ന് അടുത്തതിലേക്ക് ചാടി പോകാൻ വേണ്ടിയാണ് ഓപ്ഷൻ എ അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ അല്ലാതെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് നോട്ട് ടു കൺഫ്യൂസ് യു, മക്കളെ കൺഫ്യൂസ് ചെയ്യാനാണ്. റിമെമ്പർ, ഓൾവേസ് റിമെമ്പർ, ദിസ് ഇസ് ആൻ എലിമിനേഷൻ ടെസ്റ്റ് കേട്ടോ. അപ്പോ ശ്രദ്ധിച്ച് ചെയ്തോളണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ മക്കളെ, ഇത് മനസ്സിലായെന്ന് നോക്കിക്കേ. മനസ്സിലായില്ലെങ്കിൽ സാർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്ന് നോക്കിക്കേ നിങ്ങള് ക്വസ്റ്റ്യൻ. If you want me to explain again, I can do that for you. മനസ്സിലായി സർ. പറയാം, ഡൗട്ടാ കേട്ടില്ല. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ സർ, പറയടാ. ജി ഈക്വൽ ടു ജി ബൈ 499 വന്നത് എങ്ങനെയാ? അത് നമ്മൾ 0.2/99.8 നടക്കുന്നുണ്ടോ? കണ്ടു. ആ സ്റ്റെപ്പ് കറക്റ്റ് ക്ലിയർ അല്ലേ മോക്ക്? അത് ക്ലിയറാ. നോക്കിക്കോ, 0.2/99.8 ജി. അടുത്ത സ്റ്റെപ്പിൽ സാർ മുകളിലും താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 998 ജി എന്ന് വന്നു. മുകളിലും താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോ ഇനി 2 അങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പൊ 499 എന്ന് വരും. ജി ബൈ 499. മനസ്സിലായോ? മനസ്സിലായി. That's how we do that. Okay. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും മക്കളെ. ക്ലിയർ ആണോ എല്ലാവർക്കും? Tell me. Yes sir. Okay. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 74ലേക്ക് പോകാം. That will be our last question for the day. 74. ഞാൻ റബ്ബി കേട്ടോ. റബ്ബി തൊട്ടെ എഴുതി കഴിഞ്ഞല്ലോ എല്ലാവരും? Yes sir. Yes sir. 74. A voltmeter ആണ്, of 25 millivolt range is to be converted into an ammeter of 25 ampere range. The value of necessary shunt will be. അപ്പോൾ ഒരു മില്ലി വോൾട്ട് മീറ്റർ ഓഫ് 25 millivolt range is to be converted into an ammeter of 25 ampere range. നമ്മുടെ കയ്യിൽ ഒരു വോൾട്ട് മീറ്റർ ആണ് ഉള്ളതെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനെ എന്താക്കി മാറ്റണം? മില്ലി അമ്മീറ്റർ ആക്കി മാറ്റണം. ഇച്ചിരി കൺഫ്യൂസിങ് ആവുന്ന ഒരു പ്രശ്നമാണ്. വോൾട്ട് മീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ പറയും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സാധാരണ ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണോ അമ്മീറ്റർ ആക്കി മാറ്റേണ്ടത് അതേ കൺസെപ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻ വരില്ല. പക്ഷെ ഇവിടെ വോൾട്ട് മീറ്റർ ആണ് എന്നൊരു കാര്യമുണ്ട്, അതൊരു സംഭവമാണ്. വോൾട്ട് മീറ്റർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടെ നോക്കണം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ ടുഗദർ. എ മില്ലി വോൾട്ട് മീറ്റർ ഓഫ് 25 millivolt range is to be converted into an ammeter of 25 ampere range. Value of necessary shunt will be.
അവിടെ കണക്ട് ചെയ്യേണ്ട ഷണ്ടിന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം, അല്ലെ? അവിടെ കണക്ട് ചെയ്യേണ്ട ഷണ്ടിന്റെ വാല്യൂ എന്താണ്? അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഷണ്ട് അല്ലേ നമുക്ക് വേണ്ടത്. ഷണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത്? ഇതൊരു അപ്രോക്സിമേറ്റഡ് കണ്ടീഷൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒരു അപ്രോക്സിമേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത് യൂസ് ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു വി ജി ബൈ ഐ മൈനസ് ഐ ജി എന്ന കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാം. എസ് ഈക്വൽ ടു വി ജി ബൈ ഐ മൈനസ് ഐ ജി. ഓക്കെ, ദാറ്റ് ഇസ് എ കണ്ടീഷൻ ദാറ്റ് വി ആർ ഗോണ യൂസ് ഹിയർ. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ കണ്ടീഷൻ വരുന്നത്? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ സാർ കാണിച്ചു തരാം. ഐ എസ് മൈനസ് എസ് ഇൻറ്റു ഐ ജി ഈക്വൽ ടു വി ജി. അപ്പോ ഐ ഇൻറ്റു എസ്, അതായത് ടോട്ടൽ ഐ എസ് ഇസ് ഈക്വൽ ടു വി ജി പ്ലസ് എസ് ഇൻറ്റു ഐ ജി. ഇത് ആക്ച്വലി നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് മക്കളൊന്നും ഹായിട്ട് ഓർത്ത് വെച്ചോളണം കേട്ടോ. അപ്പോ സാർ അധികം പറഞ്ഞത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. എസ് ഈക്വൽ ടു വി ജി ബൈ ഐ മൈനസ് ഐ ജി എന്നത് ഇക്വേഷൻ നിങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ഇച്ചിരി എന്താ പറയാ കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് മക്കളൊന്ന് മനസ്സിലാക്കി വെച്ചോളണം. അതിനുവേണ്ടി സാർ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ബാക്കിയൊക്കെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. 25 മില്ലി വോൾട്ട് റേഞ്ച് എന്നാണ് പറയുന്നത്. അമ്മീറ്റർ ഓഫ് 25 ആംബിയർ റേഞ്ച് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ വാല്യൂസ് നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? അവിടെ എന്തൊക്കെ വാല്യൂസ് എടുക്കണ്ടേ? മില്ലി വോൾട്ട് റേഞ്ച്, 25 ആംബിയർ റേഞ്ച്. മക്കളെ ഇവിടെ ഐ ജിയുടെ വാല്യൂ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അതാ പറഞ്ഞ അപ്രോക്സിമേറ്റഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞത്. ഐ ജിയുടെ വാല്യൂ നമ്മൾ ഇവിടെ നെഗ്ലക്ട് ചെയ്യും. കാരണം ഐ ജി വളരെ ചെറുതായിരിക്കും. 25 ആംബിയർ റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഐ ജിയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും. 25 ആംബിയർ റേഞ്ച് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ എസ് ഈക്വൽ ടു വി ജി എന്ന് പറയുന്നത് 25 ആണ്, ഐ ജി എന്ന് പറയുന്നത് 25 ആണ്. രണ്ടും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 25 ഇൻറ്റു 10⁻³ ബൈ 25. മക്കൾ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കണേ. ഇത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്, അതുകൊണ്ടാണ് സാർ വീണ്ടും വീണ്ടും പറയുന്നത്. ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. മില്ലി വോൾട്ട് മീറ്റർ ഓഫ് 25 മില്ലി വോൾട്ട് റേഞ്ച് to be converted in an ammeter of 25 ampere range. അപ്പോ S equal to Vg by I minus Ig എന്ന കണ്ടീഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? Ig നെ നെഗ്ലക്ട് ചെയ്തു. എന്തുകൊണ്ട് Ig നെ നെഗ്ലക്ട് ചെയ്തേ? Ig യുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും ഇവിടെ കേട്ടോ. അപ്പൊ ഈ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. Ig യുടെ വാല്യൂ അവിടെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ Ig നെ നെഗ്ലക്ട് ചെയ്തു. Vg by I 25 ആംബിയർ റേഞ്ച് ആണ് ആക്കി മാറ്റേണ്ടത്. അപ്പൊ I എന്ന് പറയുന്നത് 25 ആണ്, Vg എന്ന് പറയുന്നത് 25 - 3 ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ വിൽ ബി അവർ കറക്റ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് ഹൗ യു ഡു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂസിംഗ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ കൺഫ്യൂഷൻ ഒന്ന് മാറാൻ വേണ്ടിയാണ് സാർ ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്തത്. സോ പ്ലീസ് ലേൺ ദാറ്റ് ക്വസ്റ്റ്യൻ ആസ് സച്ച് കേട്ടോ. ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ എല്ലാവർക്കും എല്ലാം ഇതുവരെ പറഞ്ഞത്? എന്തെങ്കിലും സംശയമുണ്ടോ സാറിന് ചോദിക്കാൻ? ഓക്കെ ഓക്കെ മക്കളെ, ഐ തിങ്ക് വിൽ ബി വൈൻഡിങ് ഇൻ ദ സെഷൻ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, സാറ് നോട്ട്സ് എഴുതാൻ പറഞ്ഞിരുന്നു ആ സെഷൻ കണ്ടിട്ട്. അപ്പൊ നോട്ട്സ് എല്ലാവരും എനിക്ക് ഇപ്പൊ തന്നെ ഒന്ന് അയച്ചു തരണം. എവ്രി വൺ യു ഹാവ് ടു സെൻഡ് യുവർ നോട്ട്സ് റൈറ്റ് നൗ. എല്ലാവരും അയച്ചു തരണം എനിക്ക് ഇപ്പൊ തന്നെ. ഐ നീഡ് ടു ക്രോസ് ചെക്ക് ആൻഡ് വെരിഫൈ ദാറ്റ് ബിക്കോസ് ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാൻ സാധിച്ചത്. പക്ഷെ ഇതും പോരാ, നിങ്ങൾ ഇനിയും വർക്ക്ഔട്ട് ചെയ്യണം ഇതിലെ ക്വസ്റ്റ്യൻസ്. എന്തോരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമോ അത്രയും നല്ലത്. ഐഡിയൽ ആയിട്ട് സാറിന്റെ കാര്യം പറയട്ടെ, നമുക്ക് ഫിസിക്സിന് 45, നീറ്റ് ആണെങ്കിൽ 45-ൽ 35 ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മിനിമം ഒരു ചാപ്റ്ററിൽ നിന്ന് 200 ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യണം. നമുക്ക് 200 ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാനുള്ള സമയമില്ല. നമുക്കുള്ള ടൈം ഫ്രെയിമില് അപ്പൊ കീമിനാണെങ്കിൽ 72 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നല്ല ലെവൽ ഓഫ് പ്രാക്ടീസ് നമുക്ക് വേണം.
അപ്പൊ നമ്മൾ ബുക്ക് എങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടല്ലോ. അപ്പൊ നാളത്തെ കാര്യം സാർ പറയുന്നു, നാളെ കെമിസ്ട്രി ക്ലാസ് ഉണ്ട്. കെമിസ്ട്രി ക്ലാസ് ഉണ്ട്, ഷെഡ്യൂൾ നോക്കാം നിങ്ങൾ. ഷെഡ്യൂൾ കെമിസ്ട്രി ക്ലാസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദയർ, അല്ലെങ്കിൽ ഇല്ല. ഞാൻ എന്തായാലും ടൈമിംഗ് നോക്കിയിട്ട് അയച്ചു തരാം. അതുപോലെ നാളെ രാത്രി എന്തായാലും സാറ് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനകത്തൊരു മാറ്റവും ഇല്ല. ഈ ആഴ്ച പഠിച്ച എല്ലാ കാര്യങ്ങളും പഠിച്ച് മിടുക്കരായി നാളെ മൊത്തം ഇരുന്ന് പഠിക്കുക. ഫിസിക്സ് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, കീം എഴുതുന്നവര് മാത്സ്, നീറ്റ് എഴുതുന്നവര് ബയോളജി ഇരുന്ന് പഠിക്കുക. വീക്ക്ലി എക്സാം ഞായറാഴ്ച വൈകുന്നേരമായിരിക്കും തരിക. അതെന്തിനാ? നിങ്ങൾക്ക് പഠിക്കാൻ സഫീഷ്യന്റ് ടൈം കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സെൽഫ് സ്റ്റഡിക്കുള്ള സമയം, എല്ലാ ദിവസവും നമ്മൾ സെൽഫ് സ്റ്റഡിക്ക് സമയമുണ്ട് ക്ലാസ്സിന്റെ ഇടയിൽ, എന്നാലും ഒന്നുകൂടെ അത് മൊത്തം റിവൈസ് ചെയ്ത് നോക്കാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത്. ബയോളജി നീറ്റുകാര് ബയോളജി ശരിക്കും NCERT ശരിക്കും നോക്കുക, നന്നായി പഠിക്കുക കേട്ടോ. പഠിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലത്തിലോ എന്തെങ്കിലും സംശയം വരാണെങ്കിൽ സാറിനോട് ചോദിക്കുക, സാറിന് മെസ്സേജ് ഇടുക. നാളെ പകലിട്ട് കഴിഞ്ഞാൽ സാർ അവൈലബിൾ ആയിരിക്കില്ല, രാത്രി ആവുമ്പോൾ മക്കള് സാറിനുള്ള ഡൗട്ടും, പിന്നെ ഞായറാഴ്ച പകലും സാർ അവൈലബിൾ ആയിരിക്കും. സാർ എപ്പോഴാന്ന് വെച്ചാൽ മക്കൾ ഇട്ടോളൂ, സാർ പറഞ്ഞത് ക്ലിയർ ആക്കി തരാം കേട്ടോ. Okay, so make sure that you do that. Okay മക്കളെ, let's wind up the session. ഇനി 8:30 നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട്, അരമണിക്കൂർ സമയമുണ്ട്. Take a break, have your food and everything, and come back for the chemistry class. Okay മക്കളെ, thank you. Thank you, sir. Thank you, sir. Bye bye.